25 കൊല്ലം തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ച തദ്ദേശ സ്ഥാപനമാണ് കൊല്ലം കോർപ്പറേഷൻ. ഇക്കുറിയും ആ തുടർച്ചയ്ക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇടതുമുന്നണി. എന്നാൽ ഇടതുകോട്ട തകർക്കാനുള്ള തന്ത്രങ്ങൾ തങ്ങളുടെ അണിയറയിലുണ്ടെന്നാണ് UDFന്റെ വാദം. നിലവിലെ 6 സീറ്റിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടി കരുത്തുകാട്ടാനാണ് BJPയുടെ ശ്രമം. രൂപീകരണ കാലം മുതൽ ഇടതുപക്ഷത്തോട് മാത്രം ആഭിമുഖ്യം പുലർത്തിയ ചരിത്രമാണ് കൊല്ലം കോർപ്പറേഷന്. ആകെ 55 സീറ്റുകൾ ഇത്തവണ ഒന്നുകൂടി ചേർത്തു. LDF 38, UDF 10, BJP 6, SDPI 1 എന്നിങ്ങനെയാണ് നിലവിലെ സീറ്റുനില. നഗരത്തിലെ വികസന പ്രവൃത്തികൾ വോട്ടാകുമെന്നും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുമാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. ഇത്തവണ എല്ലാ ഡിവിഷനുകളിലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന അനുകൂലമായിട്ടുള്ള ഒരു ആവേശകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കോർപ്പറേഷൻ നിവാസികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നതെന്നതാണ്. വളരെ വലിയ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീടുകൾ കേന്ദ്രീകരിച്ച് ഇടതുഭരണം പരാജയമെന്ന ക്യാമ്പയിനിലാണ് UDF. മുതിർന്ന നേതാക്കളെ ഇറക്കിയാണ് പ്രചാരണത്തിലേക്ക് കടക്കുന്നത്. ഇടതുകോട്ട തകർത്ത് ഇത്തവണ ഭരണം പിടിക്കുമെന്നാണ് അവകാശവാദം. കോർപ്പറേഷന്റെ ദുർഭരണത്തിനെതിരെ കുറ്റവിചാരണ യാത്രയുമായി NK പ്രേമചന്ദ്രൻ MPയും രംഗത്തിറങ്ങി. 25 വർഷത്തെ കോർപ്പറേഷൻ ഭരണവും അതിനു മുൻപത്തെ 5 വർഷത്തെ മുനിസിപ്പൽ ഭരണവും ഉൾപ്പെടെ ഇടതുപക്ഷ മുന്നണിയെ ഏൽപ്പിച്ചതിന് ശേഷം സത്യം പറഞ്ഞ നഗരം എന്നുള്ളത് നരകമാണോ എന്ന് പലപ്പോഴും ഓരോ വോട്ടർമാരും ചോദിക്കുന്ന അവസ്ഥയാണ്. 56 സീറ്റിൽ പരമാവധി സീറ്റുകൾ പിടിച്ചുകൊണ്ട് ഈ അഴിമതി ഭരണം അവസാനിപ്പിക്കും. സംസ്ഥാനത്ത് തന്നെ ഏറെ പ്രതീക്ഷയോടെ BJP കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് കൊല്ലം കോർപ്പറേഷൻ. ഭവന സന്ദർശനം നേരത്തെ തന്നെ തുടങ്ങിയ BJPയും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വളരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിലൂടെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം എന്നുള്ളതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ അടക്കമുള്ള ഏതാണ്ട് 10,000-ലധികം പുതിയ വോട്ടർമാരെ കൊല്ലം കോർപ്പറേഷനിൽ പുതുതായി വോട്ട് ചേർക്കുവാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായി ഞങ്ങൾ കാണുന്നു. അവസാന കാലയളവിൽ മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള CPI-MCPI തർക്കവും തെരുവ് വിളക്ക് പ്രശ്നവും ഇടതുമുന്നണിക്ക് നാണക്കേടായിട്ടുണ്ട്. വിമത സ്ഥാനാർത്ഥി പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന ആശങ്കയിലാണ് UDF. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയെന്നത് BJPയെ സംബന്ധിച്ച് അനിവാര്യവുമാണ്. റിപ്പോർട്ടർ, കൊല്ലം.